ഇന്റർവ്യൂ നടക്കുന്നിടത്തേക്ക് രണ്ടാമത് ആരോ ഒരാൾ കയറി വന്നെന്നും അത് PR ഏജൻസിക്കാരനാണെന്ന് അറിയില്ലായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അയാളോട് കടക്ക് പുറത്തുനിന്ന് പറയാതിരുന്നത് എന്തേ പിണറായി? മുഖ്യമന്ത്രിയുടെ അഭിമുഖം തിരുത്തിയതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾക്ക് കേരള ജനതയ്ക്ക് ഉത്തരം ആവശ്യമാണ്. പിണറായി വിജയൻ എന്ന ഇടതുപക്ഷ നേതാവായ കേരള മുഖ്യമന്ത്രി ഡൽഹിയിൽ കൈസൺ എന്ന PR ഏജൻസിയെ ഉപയോഗിക്കുന്നത് എന്തിനാണ്? അതിനു പണം നൽകുന്നത് കേരള ഖജനാവിൽ നിന്നാണോ, CPM ഫണ്ടിൽ നിന്നാണോ, അതോ എക്സ്ലാലോജിക് മാസപ്പടി കൈപ്പറ്റിയ മാതിരി 2ാം നമ്പർ തറ പരിപാടിയിലൂടെയാണോ? മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ 2 പ്രതിനിധികളെ ഒപ്പമിരുത്താൻ മാത്രമുള്ള ബന്ധം മുഖ്യമന്ത്രിക്ക് ഇരുവരുമായി ഉണ്ടല്ലോ. ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റുന്ന പ്രസ് സെക്രട്ടറിക്കും പേഴ്സണൽ സ്റ്റാഫിനും കേരള പബ്ലിക് റിലേഷൻ വകുപ്പിനും അറിയാത്ത എന്ത് രഹസ്യ ഇടപാടാണ് ഈ കമ്പനി മുഖ്യമന്ത്രിയുമായി നടത്തുന്നത്? കൈസൺ CEO വിനീത് ഹന്തയ്ക്ക് മോദിയുമായും അമിത്ഷായുമായും അടുത്ത ബന്ധം സാമാന്യം കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയുന്നതാണ്. ഈ കമ്പനിയുടെ സൗത്ത് ഇന്ത്യൻ സ്ട്രാറ്റജി ഡയറക്ടർ പ്രിയദർശിനി രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒപ്പം പ്രവർത്തിച്ചു വരുന്ന ആളാണ്. ഇതൊന്നും അറിയാതെയാണോ ഒരു CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ ഇവരെ വാടകയ്ക്കെടുക്കുന്നത്? പോലീസിനെ മാത്രമല്ല, പോളിസിയും നയവും ഉണ്ടാക്കുന്ന സംവിധാനങ്ങളെയെല്ലാം സംഘപരിവാറിന് പണയപ്പെടുത്താൻ മാത്രം പിണറായിക്ക് സംഘപരിവാറുമായുള്ള ബന്ധം എന്താണ്? CPM പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരത്തോടെയാണോ ഈ വക സംഘപരിവാർ ബന്ധം പിണറായി വിജയൻ വെച്ചു പുലർത്തുന്നത്?